അമേരിക്ക വീമ്പ് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും സാങ്കേതിക മികവുള്ള ഒരു മിസൈലിനും തകർക്കാൻ കഴിയാത്ത അത്രയും മികവാർന്ന ബോംബർ വിമാനമാണ് F-35 എന്നാണ് ലോകത്തെ അമേരിക്കയും വിമാന നിർമ്മാതാക്കളും ഒക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 4 ദിവസത്തിനിടെ 4 രാത്രിയും 4 പകലും പൂർത്തിയാകുന്നതിനിടെ 4 F-35 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ താഴെയിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ടെന്നതും ആയുധ സാങ്കേതിക യുദ്ധലോകത്തെ പ്രധാന വാർത്തയും ചിരിയുമാണ്. നിർമ്മാണ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിനിൽ നിന്നും പുതിയ 48 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകി കാത്തിരിക്കുകയായിരുന്നു അമേരിക്ക. എന്നാൽ ഇത് 24 കുറച്ചു എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ ഇപ്പോൾ അമേരിക്ക പുനഃപരിശോധിക്കുകയാണെന്നുമുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിന് ഇതുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. യുദ്ധവിമാനത്തിൻ്റെ കാര്യക്ഷമത സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധന വേണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണിയും ദീർഘകാല പ്രവർത്തനക്ഷമതയും സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ്. 2025 F-35 ദൗത്യശേഷി നിരക്ക് 51.5% കുറഞ്ഞു എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ. വിമാനഭാഗങ്ങൾ കിട്ടാനുള്ള പ്രയാസവും സങ്കീർണമായ അറ്റകുറ്റപ്പണികളുമാണ് പ്രധാന കാരണങ്ങൾ. ഉയർന്ന വിലയും വിമാനത്തിൻ്റെ പോരായ്മയായി കണക്കാക്കപ്പെടുകയാണ്. ഇതിന് പിന്നാലെയാണ് F-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ട് ഇറാൻ രംഗത്ത് വരുന്നത്. 4ാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി തിങ്കളാഴ്ചയാണ് ഇറാന്റെ സർക്കാർ അനുബന്ധ സ്ഥാപനമായ നൂർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 5ാം തലമുറ യുദ്ധവിമാനമായ F-35 വെടിവെച്ചിട്ട് ലോകത്തെ ആദ്യത്തെ രാജ്യമെന്ന ബഹുമതി അതോടെ ഇറാൻ നേടിയെന്നത് ഇറാനിയൻ മാധ്യമങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇത് വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ഇറാൻ കേവലം ഒരു യുദ്ധവിമാനം വെടിവെച്ച് താഴെയിട്ടു എന്ന് മാത്രം പറഞ്ഞങ്ങ് പോവാൻ കഴിയുന്ന ഒന്നല്ല. അത്രയും സാങ്കേതിക മികവുള്ള ഒരു വിമാനത്തെ പിന്തുടർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിവുള്ള സാങ്കേതിക ശേഷി ഇറാൻ കൈവരിച്ചു എന്നത് അതിനു പിറകിൽ നമ്മൾ ഇറാനെ അംഗീകരിക്കേണ്ട വളരെ വലിയൊരു ഘടകമാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക സംവിധാനങ്ങളുള്ള അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രം അതിനൂതനമായ സാങ്കേതികതകൾ ഒരുക്കി ഒരു വിമാനം തയ്യാറാക്കി ഈ വിമാനത്തെ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും തകർക്കാൻ കഴിയില്ല എന്നും അത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തം ലോകത്തൊരു രാഷ്ട്രവും കണ്ടുപിടിച്ചിട്ടില്ല എന്നും അമേരിക്ക മേനി പറയുന്നിടത്താണ് പിന്നാലെ പോയി ആക്രമിച്ച് അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഇറാൻ്റെ സാങ്കേതിക വിദ്യ. നോക്കൂ, അയൺ ഡോം പോലെ ഇസ്രയേൽ വീമ്പ് പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു വിമാനം തകർക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇറാൻ പറഞ്ഞപ്പോൾ പക്ഷെ അതാരും മുഖവിലക്കെടുത്തിരുന്നില്ല എന്നത് നമ്മളിവിടെ മനസ്സിലാക്കണം. എന്നാൽ ഇറാൻ ചെയ്ത് കാണിച്ചപ്പോൾ ആളുകൾ ഇന്ന് അമേരിക്ക പോലും 48 യുദ്ധവിമാനത്തിൻ്റെ ഓർഡറിൽ അത് 24 ചുരുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന വാർത്തകളിലേക്ക് പോയതും നമ്മൾ കാണുകയാണ്. നേരത്തെ ടെസ്ലയുടെ CEO ഇലോൺ മസ്ക് F-35 പരസ്യമായി രംഗത്ത് വന്നത് നമ്മൾ ഓർക്കണം. ചെലവേറിയതും സങ്കീർണവുമാണ് F-35 യുദ്ധവിമാനങ്ങൾ എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. ഡ്രോൺ യുദ്ധകാലത്ത് F-35 എന്നത് കാലഹരണപ്പെട്ടതാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം സംഭവത്തിൽ ലോക്ക് ഹീഡ് കമ്പനി ഔദ്യോഗികമായൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ്. ഇറാന്റെ അവകാശവാദം തെറ്റാണെന്നാണ് ഇസ്രയേൽ പറയുന്നതെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ F-35 തകർന്നു വീണതിൻ്റെ